അയ്യരെ, ഇവിടെ കണ്ടാലേ തലയ്ക്ക് ലൂസാണെന്ന് തോന്നുന്ന പാർട്ടി വല്ലേരും ഇവിടെ താമസമുണ്ടോ? ആരാ? അയ്യരെ വെറുതെ പോക്കരുതാൻ പറയരുത്. വേറെ വേലയും കൂലി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കാപ്പിയും ചായം കൊടുക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ വരുന്നവരെ മണിയടിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരു അപഖ്യാതി ഇവിടെ ഉണ്ട്. അത് ശരി. എന്ന് വെച്ച് വരുന്നവർക്കെല്ലാം ഈ നാരായണ വേണം. എല്ലാരും വല്ലതും തന്നിട്ടേ പോയിട്ടുള്ളൂ. തല്ലായിരിക്കും. ചിലപ്പോ അതും കിട്ടും, ചിലപ്പോ കാശും കിട്ടും. എന്നാൽ എന്നെ പറ്റി അനാവശ്യം പറയുന്നത് നല്ലതല്ല. അല്ല, വേറെ വട്ടന്മാരാരെങ്കിലും ഇവിടെ താമസമുണ്ടോ? അത് അയ്യരെക്കാൾ നന്നായിട്ട് അറിയാം. ഈ പ്രാന്താശുപത്രിന്ന് രക്ഷപ്പെട്ട ഒരു പാർട്ടി ഇവിടെ താമസമുണ്ടോന്നൊരു സംശയം. അങ്ങനെ പറ. ആളെ പിടികിട്ടി, ഇവിടെ ഉണ്ട്. എന്താ പേര്? കള്ളപ്പേരാ. എന്ത്? ചെറിയ നായർ പോലും. ചെറിയ നായരോ? അപ്പൊ പാർട്ടി അത് തന്നെ. സംശയം വേണ്ട സാറേ. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾക്ക് വട്ടാണെന്ന്. ആ കള്ള നോട്ടവും വിഡ്ഢിയ മോന്തയും ആരെങ്കിലും അടുത്ത് ചെന്നാൽ ഉടനെ എന്നെ കൊല്ലുന്നേ എന്നുള്ളൊരു നിലവിളി. 101% സാറ് പറയുന്ന പാർട്ടി ഇത് തന്നെ. ഒന്ന് കാണണല്ലോ. മുറി ഏതാണ്? ഞാൻ കാണിച്ചുതരാം. അയ്യോ, പോലീസല്ലേ? എന്റെ പൊന്ന് പോലീസേ, ഞാനിവിടെ കുടുങ്ങിപ്പോയി. എന്റെ പൊന്ന് പോലാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. പേടിക്കണ്ട, തന്റെ കാര്യം ഞാൻ ഏറ്റു. തന്നെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട്. അങ്ങനെയല്ലേ കൊണ്ടുപോകണ്ട, ഞാൻ പോയിക്കോളാം. അത് പറഞ്ഞ എന്ത് ചെയ്യും? അങ്ങനെ ഒറ്റക്കൊന്നും പോകണ്ട. തനിക്ക് വട്ടാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. വട്ട് നിന്റെ തന്തയ്ക്കാണ്. പോടാ അവിടുന്ന്. ഇവന്റെ തന്തയ്ക്ക് പോടാ. സാറേ, പൊന്നേമാനെ, ഇതൊരു ഗൂഢാലോചനയാണ്. ഞാൻ പറയാം. എന്താ വെച്ചാല് ഇവര് എന്താ വെച്ചാല് എനിക്ക് വട്ടാന്ന് പറഞ്ഞിട്ടേ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലാനുള്ള പരിപാടി ഇടുകയാണ് നമ്മുടെ ഈരാളി പാർട്ടി. സാറേ, ഇയാളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. വന്നപ്പം തൊട്ട് എന്നെ കൊല്ലുന്നേ ചാവുന്നേന്നും പറഞ്ഞ് അലമുറയിടുക. ഇവനെ വട്ട് തന്നെയാ. ഇതെല്ലാരും കൂടി ചേർന്നിട്ടുള്ള കൂടാലോചനയാണ്. ഞാനൊന്ന് പുറത്തു പോയി ഞങ്ങൾ സംസാരിച്ചോട്ടെ. സൂക്ഷിക്കണം. സൂക്ഷിക്കും. വാതിലടയ്ക്കാൻ. വാതിലടയ്ക്കണം. വാതില് തുറക്കുന്നു. വാതില് തുറക്കേ. എന്തിന്? സ്വകാര്യം പറയണ്ട. വാ. എന്റെ പൊന്നേമാനെ, എന്നെ വിട്ടേക്ക്, ഞാൻ പോയിക്കോളാം. ഞാനാണ് ശക്തി. മറ്റേ പാർട്ടി പറഞ്ഞു വെച്ചിട്ടാ ഇവിടെ വന്നേ. പാർട്ടി കാലത്ത് കൃത്യം 10 മണിക്ക് ഇവിടെ കാറുമായിട്ട് എത്തും. മറ്റേ പാർട്ടി? അയ്യോ, എന്റെ പൊന്നേമാനെ, അവള് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയാവുന്നേ. അവൾ എന്നോടും പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്ത പ്ലാനല്ലേ ഇത്. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ കൊല്ലാൻ പോവാ. അയ്യോ, ഈരാളിയെ പോലീസിന് പോലും പേടിയാന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങനെ വിളി. എല്ലാവരും കേൾക്കട്ടെ, എന്നാലേ ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ വട്ടാണെന്ന് മനസ്സിലാവുള്ളൂ. എനിക്ക് വട്ടില്ല. അങ്ങനെ 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 ഉറക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് വട്ടില്ല. പിന്നെ ഞങ്ങൾ നാളെ വരും. വന്നിട്ട് കൊണ്ടുപോവാ. എന്നെ ആർക്കും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. അതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോവുക. ഇങ്ങോട്ടേക്ക്. ഞാൻ ഇതുവരെ ഇത്രയും വിചാരിച്ചില്ല. ഇത്ര നന്നായിട്ട് ചെയ്യുമെന്ന്. ഇവിടെ പോവാ. ശരീരമല്ല നടന്നു. സൂക്ഷിച്ചോളാം. നാളെ കാലത്ത് ഇവനെ കൊണ്ടുപോകാനായിട്ട് ഇവന്റെ ചേച്ചി ഇവിടെ വരും. അതുവരെയുള്ള എല്ലാ ചെലവും നിങ്ങൾ എടുത്തോളണം. ഇവനെങ്ങാൻ പുറത്തു പോയാൽ ഇട്ടിച്ച് ഞാൻ നാളെ ആള് വരുന്നതുവരെ ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. എനിക്കറിയാം നിങ്ങളൊന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. തന്റെ തലയ്ക്കകത്തെന്താ ചെളിയാണോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കങ്ങൊരു മകനില്ല, എനിക്കങ്ങൊരു മകനില്ല. അപ്പൊ പിന്നെ അവനാരാ?
അത് ഞാനെങ്ങനെ അറിയാ? ഈ കളി ഗോവിന്ദ പിള്ളയോട് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് തനിക്ക് വിശ്വാസമായിട്ടില്ല? ഇല്ല, തീരെ ഇല്ല. ഇല്ല. എന്നാ കേക്ക, ഗോവിന്ദപിള്ള പറഞ്ഞത് എന്റെ മോൻ തന്നെയാണ്. അവൻ നിങ്ങളുടെ മകളെ കെട്ടാമെന്ന് പറഞ്ഞതും സത്യമാണ്. എന്നാൽ എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് പറയാൻ സൗകര്യമില്ല. താൻ എന്താ ചെയ്യാൻ ഭാവിച്ചാൽ കൂടി ചെയ്യാ? കട്ടായമാണോ? ആ, കട്ടായം. എന്നാൽ ഗോവിന്ദപിള്ളയുടെ തനിനിറം ഇനി നിങ്ങൾ കാണും. നിങ്ങളുടെ മകൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഈ നാട് മുഴുവൻ നാറ്റിക്കും. ഏതായാലും ഇനി ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം. വാടാ. സ്വാമി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ? നീ ഇവിടെ ഇരിക്ക്. ഈ ലോഡ്ജിൽ ഏതോ മുറിയിൽ ഹരിയുണ്ട്. ഞാൻ നോക്കിയിട്ട് വരാം. ഈ കേസുള്ളവൻ എവിടെ പോയി കിടക്കുന്നു? എന്റെ കൈ കിട്ടിയാൽ അവൻ പോക്ക. എന്താ? ആ ഇടിയൻ ഇവിടെ നിൽക്കുന്നു. ഭാഗ്യം എന്നെ കണ്ടില്ല. നിന്നെ അയാൾക്കറിയില്ല. നീ പോയി അന്വേഷിച്ചു വാ. പേര് കള്ളപ്പേരായിരിക്കും. ഓ, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. വട്ടുമൂത്തെന്നാ തോന്നുന്നേ. വട്ടുമൂത്തെന്നാ തോന്നുന്നേ. അയ്യോ അയ്യോ അയ്യോ, അനെ കൊല്ലതേ. അയ്യോ, അപ്പൊ സ്വപ്നായിരുന്നു. അപ്പൊ അവരെന്നെ കൊന്നല്ലേ? അയ്യോ, അയ്യോ കൊല്ലതേ. അയ്യോ കൊല്ലതേ. അയ്യോ. രേവതി, കുറെ നാളായി പറയണമെന്ന് കരുതി മനസ്സിലൊരു മോഹം ഒളിപ്പിച്ചു വെച്ച് ഞാൻ നടക്കുകയാണ്. എന്താ? വളച്ചുകെട്ടി പറയാൻ തുടങ്ങിയാൽ പറയാനുള്ളത് പറയാൻ കഴിയാതെ വരും. ഒന്നു മാത്രം ഞാൻ പറയാം. ആദ്യം കണ്ടപ്പോഴേ രേവതി എനിക്ക് ഇഷ്ടമായി. എനിക്കൊട്ടും ഇഷ്ടായില്ല. രേവതി വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു പാട്ടുകാരനല്ല. എല്ലാ ജീവിത സൗകര്യങ്ങളുമുള്ള ഒരു വലിയ വീട്ടിലെ കാരണവരുടെ ഏക മകനാണ് ഞാൻ. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എന്നെ വീർപ്പ് മുട്ടിച്ചപ്പോൾ ഒരു ആശ്വാസവാക്ക് പറയാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു അമ്മ പോലും ഇല്ലാത്ത ഞാൻ വീട് വിട്ടോടിയതാണ്. എന്നോടെന്തിനാ ഇതൊക്കെ പറയുന്നത്? രേവതി എനിക്കൊരു ആശ്വാസമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, എന്നും. മനസ്സിലായില്ല. ഇത്രയും നാൾ നമ്മൾ അഭിനയിച്ചില്ലേ, ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തി. മനസ്സിലായി. ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യണം. സോറി. നീ എന്താണ് ഈ പറയുന്നത്? ഹരിക്ക് ഭ്രാന്ത് പിടിച്ചെന്നോ? ഒരിക്കലും മുറിക്ക് പുറത്തിറങ്ങാറില്ല. കള്ളപ്പേരില്ലാ താമസം. അങ്ങനെ ഒരാളെ ഇവിടെ ഉള്ളൂ. അത് ഹരി തന്നെയാണോ? സ്നേഹിച്ച പെണ്ണ് വഞ്ചിച്ചു എന്നും മറ്റും വിളിച്ചു പറയാറുണ്ട്. അത് നിന്നെ തെറ്റിദ്ധരിച്ചാവും. അയ്യോ കൊല്ലുന്നതിന് ഇടയ്ക്ക് നിലവിളിക്കാറുമുണ്ട്. അത് നിന്റെ അച്ഛന് ഭയന്നാവും. എന്ത് കുന്തമായാലും അയാളെ ഇപ്പോൾ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുക. നാളെ അയാളെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകുമെന്നാ കേട്ടത്. ദൈവമേ, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ? ഞാൻ കാരണമല്ലേ ആ പാവത്തിന് ഇതെല്ലാം സംഭവിച്ചത്? നീ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കരയണ്ട. നടന്നതെല്ലാം ചിലതെല്ലാം പറയാൻ കൂടാ ഞാൻ വന്നത്. ഹരിക്ക് സുഖമില്ല. മുറിയിലേക്ക് പോകൂ. എനിക്കൊരു അസുഖമില്ല. മനസ്സിന് സംഘർഷം കൂടുമ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ രാമുണ്ണിമേനോന്റെ മകനല്ല. ദൈവമേ, സ്വന്തം അച്ഛനെ പോലും മറന്നുപോയോ? ഞാൻ പറഞ്ഞില്ലേ, തലയ്ക്ക് സുഖമില്ലാന്ന് കേട്ടത് ശരിയാ. ഞാനൊരു അനാഥനാണ്. സ്വന്തമെന്ന് പറയാൻ എനിക്ക് ആരുമില്ല. സത്യം പറയാൻ വൈകിയെങ്കിലും. പ്ലീസ് ഹരി, ഹരി മുറിയിലേക്ക് പോകൂ. ഹരിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. ഹരിയെ കൊണ്ടുപോകാൻ ഇപ്പോൾ വീട്ടുകാർ വരും. ഭ്രാന്തോ?
എനിക്കോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഭ്രാന്തുള്ളവരെല്ലാം ഇങ്ങനാ പറയുന്നേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് പല്ല് ഞാൻ തെറിപ്പിക്കും. പെണ്ണാണെന്നൊന്നും ഞാൻ കരുതുകയല്ല. ഏറായി ഞാവാലി. കണ്ടോ പിച്ചുമ്പേയും പറയുന്നത്? കൂടുതൽ ബഹളം വയ്ക്കും മുമ്പ് ഞാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാം. നിക്കാനവിടെ അയ്യോ ഞാനിതിനകത്തുണ്ടെന്ന് അറിഞ്ഞാൽ കുഴപ്പമാവും. അയ്യോ അയ്യോ എന്തായാലും ഓടി വരണേ. അയ്യോ നിങ്ങൾക്കെന്താ ഭ്രാന്താണ്? അയ്യോ അയ്യോ ഓടി വരണേ. ഇവിടെ എല്ലാത്തിനും ഭ്രാന്ത. കൗസല്യേ, കൗസല്യേ, ഇവൾ എവിടെ പോയി കിടക്കുന്നു? ശാപം. ഇത് നമ്മുടെ ശ്യാംകുട്ടിയല്ലേ? കാണാനില്ലെന്നു. വീട് വിട്ടിറങ്ങി പോയിട്ട് കണ്ടു കിട്ടുന്നവർ വിവരമറിയിച്ചാൽ 10,000 രൂപ. എന്നാ ഈ 10,000 രൂപ ഞാൻ വാങ്ങിക്കും. ഭ്രാന്തനെ കൊണ്ടുപോകാൻ ആള് വന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണിച്ചല്ലോ. ചെറിയ തോതിൽ കൂക്കി വിളിയൊക്കെ നടത്തി. ഞാൻ ഒലക്ക കൊണ്ട് തലക്കൊന്ന് കൊടുത്തു. പിന്നെ പ്രശ്നമൊന്നുമില്ല. അയ്യോ ചത്തോ? ആ, അത്ര വേഗം ഒന്നും ചാവുന്ന പാർട്ടി അല്ല സാറേ അവൻ. അവനെ പിടിച്ചൊന്ന് വേഗം വണ്ടി കയറ്റണം. അതിന് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പണം. ഹെൽപ്പാ. പെട്ടെന്നാവണം. ഇനി നീ പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. 10,000 രൂപ അകത്ത്. ഞാൻ പോവാ സ്വാമി. പോന്നു. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് എല്ലാം മനസ്സിലായി. പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ട്. കുഞ്ഞിനെ പിടിച്ച് തിരിച്ച് വീട്ടിലേപ്പിച്ചാ 10,000 രൂപ എനിക്ക് കിട്ടും. 10,000 രൂപ കളയല്ലേ കുഞ്ഞ്. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക. എന്നെ പിടിച്ച് വണ്ടി കയറ്റും. ഉപദ്രവിക്കോ? അല്ല നമ്മൾ രണ്ടുപേരും കൂടി എവിടെ? അയ്യോ കാണാനില്ലല്ലോ. പോകാം. കാറ് താഴെ വന്ന് നിൽക്കുന്നു. എന്നെയാണോ? എന്നെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണല്ലേ? പുല്ലാണ് പുല്ലാണ്, നീലാണ് പുല്ലാണ്. പട്ടാണ് പട്ടാണ് പാട്ടാണ് പട്ടാണ് പാട്ടാണ് പട്ടാളി. പിടിച്ച് താഴേക്ക് അയ്യോ എനിക്ക് ഭ്രാന്തില്ല. എവിടെ? അവിടെ അയ്യോ അങ്ങോട്ട് അവ 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 സൈക്കിൾ വാ സൈക്കിൾ വാ സൈക്കിൾ വാ സ്കൂട്ടർ വാ. പൈസ കിട്ടും. എത്ര രൂപ കിട്ടും? കിട്ടും. എന്നാ നമുക്ക് 2 കൂടെ പിടിക്കാം. അയ്യോ മല്ലികെ, നമുക്കൊരബദ്ധം പറ്റി. ഭ്രാന്ത് ഹരിക്കല്ല, വേറൊരുത്തനാ. അവൻ നട്ടുമൂത്തിറങ്ങി ഓടി. ഹരി, ഐ എം സോറി. ഞാൻ ഹരിയെ തെറ്റിദ്ധരിച്ചു. ഒളിച്ചു താമസിക്കുന്ന ആളെ അന്വേഷിച്ചപ്പോൾ ഈ പ്രാന്തം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. ഓ, അതായിരുന്നോ കാര്യം? എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അതൊന്നും സാരമില്ല. നടന്നത് നടന്നു. അടുത്ത പരിപാടി തീരുമാനിക്കാം. തീരുമാനിക്കാനൊന്നുമില്ല. നമ്മൾ വിവാഹിതരാകുന്നു. ഓക്കെ ഓക്കെ. കൊല്ലും ഞാൻ. ഒന്നിൽ ഞാൻ, അല്ലെങ്കിൽ താൻ. അല്ല തന്നെ കൊന്ന് ഞാൻ ചാവും. ചേച്ചി, നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ച ആളെ കൂട്ടിയാൽ മാനം പോവില്ലേ? പിന്നെ പുറത്തിറങ്ങി നടക്കാൻ ഒക്കുവോ? ഇതിക്കൂല്ല എന്തോന്നും മാനം പോകാൻ. താൻ ഈ എഴുത്തുകണ്ടോ? ഇവളുടെ പൂവാലം കാമുകൻ എഴുതിയിരിക്കുന്നു. അതും എനിക്ക്. ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കടയിൽ വെച്ച് കണ്ടുമുട്ടി ഒന്നുചേർന്നു പോയി. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങേക്ക് ഈ കത്ത് എഴുതുന്നത്. ഈ ബന്ധത്തിന് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞാനും രേവതിയും നിങ്ങളുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോകാൻ നിർബന്ധിതരാകും. ഓടിക്കോ, ഓടിക്കോ. എന്തിനാ ഒളിച്ചോടുന്നത്? എല്ലാവരുടെയും മുമ്പിൽ കൊടുത്തേ ഓടിക്കോ.
പക്ഷേ അതിനു മുമ്പ് ഞാനും താനും തമ്മിലുള്ള ബന്ധം വേർപെടുത്തണം. ചേട്ടാ, ഇയാളിത് മനപ്പൂർവ്വം ആരെയോ കൊണ്ട് കരഞ്ഞു കുട്ടി എഴുതിപ്പിച്ചതാ. എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് ആ കൊച്ചു പെണ്ണില്ലേ അവളങ്ങോട്ട് എഴുന്നള്ളിക്കാനാ. ദേ, അത് നടക്കില്ല. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് 3 കുട്ടികളെപ്പുറത്തോ സ്വർണ്ണവും സ്വർണവും പലിശയും തിരിച്ചു കിട്ടണം. അത്രല്ലേ വേണ്ടു. അത്രേ ഏ? മനസ്സില്ല. അവിടെ കേസ് കൊടുക്ക. ഇപ്പൊ താൻ ഈ വീട്ടിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങും. എന്താ വേണ്ടേ? ചേച്ചി എനിക്കറിയാം, ഈ പറയുന്നത് പോലെ ഒരു ബന്ധവും ചേച്ചിക്കില്ല. ആ, മേനോൻ അദ്ദേഹത്തിന് എനിക്കറിയാം, യാതൊരു വൃത്തികേടും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. നിങ്ങളുടെ അറിവിനെ പറ്റി കൂടുതലൊന്നും പറയാതിരിക്കുക നല്ലത്. നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിനെ പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കെയില്ല. അമ്മ വെങ്കന്മാരെ പോലും. സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ നിനക്ക് പുതിയ ലൈൻ ഉണ്ടോന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഓ വക്കീലെ, ഞങ്ങളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. അവനെ ഞാനിവിടെ വരുത്താം. അത് ഞാൻ വിളിക്കാം. അയ്യോ അയ്യോ, മേനോദ്യം മുൻകോപിയാ. ഞാനും കല്യാണിയും അപ്പുറത്തേക്ക് മാറി നിൽക്കാം. മേനോദ്യം ആദ്യമായിട്ട് അവനുമായിട്ടൊന്ന് സംസാരിച്ച് കാര്യത്തിന്റെ കിടപ്പുവശം മനസ്സിലാക്കി ബഹളം കൂടാതെ ഒഴിച്ചുവിടാൻ സാധിക്കുമെങ്കിൽ അതാ നല്ലത്. പാടി. ആ, നമസ്കാരം. താനാണോ എഴുത്തത്? ഏതെഴുത്ത്? ഞാൻ രേവതിയെ വിവാഹം കഴിക്കാൻ അതെ അതെ ആലോചിച്ചിട്ട് തന്നെയാണോ ചെയ്തത്? അതെ. ഞാൻ രേവതിയെ പ്രേമിക്കുന്നു, രേവതി എന്നെയും. ജഗൻപിള്ളേ, വക്കീലേ. എടാ തന്തയ്ക്ക് എനിക്കത്ത ഓ, നീയോ? യോ അച്ഛൻ. ഓ, അപ്പൊ ഇത് തന്റെ ശ്രദ്ധതയാണല്ലേ, ചുമ്മാതല്ല പിടിച്ചു പോയത്. ആമ്പിള്ളേരായാൽ ഈ പ്രായത്തിൽ കുറച്ച് കുശലിത്തരങ്ങളൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത്. അനാവശ്യം പറയരുത്. സത്യം പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ വയസ്സുകാലത്ത് മേനോൻ അദ്ദേഹം ചെയ്ത അത്രയും കുശലിത്തരം എന്റെ മോന്റെ മക്കളില്ല. എടാ ചെറുക്ക, സത്യം പറയണം. ഞാൻ നിന്നെ പ്രേമിക്കുന്നു പറഞ്ഞോ? അയ്യോ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞത് മേനോൻ അദ്ദേഹത്തിന്റെ മകൾ രേവതി ഞാനും തമ്മിൽ സ്നേഹമാണെന്ന്. എന്റെ മകള് രേവതിയോ? അതേത് മകള്? എന്റെ കടയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ മകൾ രേവതി. സത്യം പറ മനുഷ്യ, ഞാൻ അറിയാതെ നിങ്ങൾക്ക് എത്ര ഭാര്യ മക്കളുണ്ട്? എടോ, എനിക്കൊന്നും അറിയില്ല. അത് കൊള്ളാം. സ്വന്തം മകളെ അറിയില്ലെന്ന് പറഞ്ഞാലോ? ഞാൻ അവളെ ദിവസവും ഇവിടെ കൊണ്ട് വിടാറുള്ളതല്ലേ. വെറുതെ കള്ളം പറയാതെ അമ്മാവ. അമ്മാവനോ? ഏത് വകുപ്പില്? ആ പെണ്ണിപ്പോ നിന്റെ കടയിലുണ്ടോ? ഉണ്ട്, വിളിപ്പിക്കേ. ആ, വരട്ടെ. വിളിക്കേ. ആ, വിളിക്കാം. ഇതാ, ഇത് നിങ്ങളുടെ മകളല്ലെന്ന് പറയാം. ആഹാ, എന്റെ ഉദ്ദേശത്തിൽ അല്പം തെറ്റുപറ്റിയെന്നേ ഉള്ളൂ. അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു അല്ലേ? എനിക്ക് കുട്ടി, ഞാൻ കുട്ടിയുടെ തന്തയാണെന്ന് കുട്ടി അവകാശപ്പെടുന്നുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെ മകളാണെന്ന് പറഞ്ഞോ? നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിക്കൂ, എന്നെ ശിക്ഷിക്കൂ, എന്ത് വേണേലും ചെയ്യാം. ഒരു ജോലി അന്വേഷിച്ചലഞ്ഞ് നിവൃത്തിയില്ലാതായപ്പോൾ കിട്ടിയ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറെ നാടകമൊക്കെ കളിച്ചു. മനഃപൂർവ്വമല്ല. ആദ്യം പറഞ്ഞ കള്ളം നിലനിർത്താൻ വേണ്ടി പിന്നെ പല കള്ളങ്ങളും പറയേണ്ടതായും ചെയ്യേണ്ടതായും വന്നു. അതാണ് സത്യം. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചേ തീരൂ. കുട്ടി കരയണ്ട, ഞങ്ങൾക്കാർക്കും കുട്ടിയോട് യാതൊരു വിരോധവും ഇല്ല. അപ്പോ നിങ്ങളുടെ മറ്റേ മോനോ? വീണ്ടും തുടങ്ങി. രണ്ടിലൊന്നും അറിയാനാ ഞാൻ വന്നിരിക്കുന്നു. ഞാൻ മഹാവൃത്തികെട്ടവനാ. അത് തന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ മകളെവിടെ? മോളോ?
അയ്യോ ഒരു ശല്യമായല്ലോ. ഇത്ര നാളും എന്റെ മോനെവിടെ ചോദിച്ചു നടന്നു. ഇപ്പൊ അയാളുടെ മോളെവിടെയാണ്? തനിക്കെന്തൊരു അസുഖമുണ്ട്? തന്റെ മകനെ ഞാൻ കണ്ടുപിടിക്കുമെന്നായപ്പോൾ എന്റെ മകളെ താൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് എനിക്കറിയാം. എവിടെ എന്റെ മകൾ? ഞാൻ കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോയി സുഖമായി താമസിപ്പിച്ചിട്ടുണ്ട്. എന്താ വേണ്ടേ? തന്റെ കളി ഇന്ന് ഞാൻ നിർത്തും. തേങ്ങ കളിക്കരുത്, പൊട്ടുവത്. ആ പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു ഒറ്റെണ്ണം അനങ്ങിപ്പോകരുത്. എന്റെ ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചേക്കണം. ഇല്ലെങ്കിൽ ശവം പോലും ബാക്കി കാണില്ല. ആ നടക്ക്. നടക്കാൻ. അല്ല ഞാനും വരണോ? ആ വേണം, നടക്ക്. അങ്ങോട്ട്. സമാധാനമല്ലോ തനിക്ക് അല്ലേ? ഇനി നമ്മൾ തമ്മിൽ ഒന്നിച്ചു പോവില്ല. തനിക്ക് എപ്പോഴും എന്നെ സംശയ. നിങ്ങൾക്കും. അതാ പറഞ്ഞത്, തീർന്നു ബന്ധം. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടു വിട്ടു. അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. നടക്കേ. ഒരു വലിയ മഴ പെയ്ത് തോർന്നു പോലുണ്ട്. ഏതായാലും കലങ്ങിയ വെള്ളം എല്ലാം തെളിഞ്ഞു.
രാമുണ്ണി മേനോന്റെ മകളാണ് എന്ന് ധരിച്ചാണ് ഞാൻ പ്രേമിച്ചെങ്കിലും ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് കഴിഞ്ഞതൊക്കെ മറന്നേളെ. എന്നായാലും ഒരു പെണ്ണെ വലിച്ച് തലേ കെട്ടണം. എന്നാ പിന്നെ രേവതി തന്നെ എന്റെ തലയിലോട്ട് കയറിക്കും. ഗോപു പറയുന്നു ഗോപുവിന് വിവാഹം കഴിക്കണമെന്ന്. ശ്യാമു അത് തന്നെയാണ് പറയുന്നത്. ഇത്രയും കാലം ഞാനും ശ്യാമുവും ഭാര്യയും ഭർത്താവുമായി അഭിനയിച്ചുകൊണ്ടിരുന്നു. ആ ഒരു കൺസിഡറേഷനെങ്കിലും ഞാൻ ശ്യാമിനോട് കാണിക്കണ്ടേ? അപ്പൊ രണ്ടുപേരെയും ഒരുമിച്ചാവാന്നാണോ? ഇവിടെ ഈ യുദ്ധം നടന്നതിനിടയിൽ ഞാനൊരു കാര്യം ഒപ്പിച്ചു. എന്താ അത്? ഒരു നറുക്കെടുപ്പ്. നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഇതിലുണ്ട്. ഗോപു എടുക്കൂ. ആരുടെ പേര് വരുന്നോ അയാളെ ഞാൻ വിവാഹം ചെയ്യാം. ദൈവമേ. ശ്യാം. ശ്യാം, ശ്യാം, ഏയ് വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. 10-20 കൊല്ലം ഒന്നിച്ച് ജീവിച്ചു. ഇനിയിപ്പോ ഭാര്യ പിണങ്ങി പോയെന്ന് വെച്ചിട്ട് ബ്രഹ്മചാരിയായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. എവിടെങ്കിലും നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കഴിക്കണം. എനിക്കും അത്രയും പ്രായമൊന്നും ആയിട്ടില്ല. എവിടുന്നെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് ഒരു പുതിയ ജീവിതം ഒന്ന് ആരംഭിക്കണം. എന്താ? എനിക്ക് ഏതായാലും ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കും ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാൻ. കളി കഴിയാറായപ്പോഴെങ്കിലും തനിക്ക് നല്ല ബുദ്ധി ഉദിച്ചല്ലോ എന്റെ ചക്രമംഗലത്തെ രേവതി അമ്മേ.